എന്താണ് മോളെ സിനിമയിലേക്ക്? മോളെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് വിളിച്ചിട്ട് അഭിനയിച്ചിട്ട് ഒരേ ഒരു ആഡിൽ ഒറ്റ പരസ്യത്തിൽ ചെയ്തു. അത് ഞങ്ങൾ രണ്ടുപേരും വലിയ ഹിറ്റായ പരസ്യമാണ്. അതെ അതെ. വേറെ ആൾക്ക് അതിന് താല്പര്യമില്ല. അവള് ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോ ഹസ്ബൻഡ് കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളി ലണ്ടനിലാണ്, മാഞ്ചസ്റ്ററിലാണ്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേരും ലണ്ടനിലേക്ക് പോകും, അല്ലെങ്കിൽ രണ്ടുപേരും ദുബായിലേക്ക് വരും. അല്ല, ജയറാമേട്ടന് ഭയങ്കര വിഷമമായിരിക്കും. ദുബായി നമുക്ക് തൊട്ടടുത്തല്ലേ. അല്ലെ, ലണ്ടനിലേക്ക് പോകുമ്പോഴുള്ള കാര്യം പറഞ്ഞു. ലണ്ടനിലേക്ക് പോയി ഇത്തിരി ദൂരം എപ്പോഴും കൂടെ ഉണ്ടാവുന്നതാണ്. അങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നാട്ടിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഞാൻ കണ്ണനടുത്ത് ചോദിച്ചു കാരണം അമ്മ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല ചോദിച്ചു കാരണം അത് അപ്പാടെ അടുത്ത് ചോദിക്കണം എന്നോട് പറഞ്ഞു. അത് സ്വന്തം അശ്വതി എന്നെ എടുത്ത തീരുമാനമാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ അശ്വതി എടുത്ത തീരുമാനം, കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞും പലപ്പോഴായിട്ട് പല ആഡ് ഫിലിംസിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കുമോ, ആഡ് അഭിനയിക്കാനൊക്കെ പലരും എത്ര വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ വിളിക്കുമ്പോൾ പറയും സന്ന അങ്ങോട്ട് പോയി ചെയ്താൽ മതി, ഞാനില്ല എന്ന് പറഞ്ഞേക്കും. നമ്മളില്ല പോയി വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. അതെ, വൺസ് എനിക്കത് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ വേണ്ട, സ്വയം വേണ്ട. പക്ഷെ ജയറാമേട്ടൻ ഒന്ന് പറയാമല്ല, ഒരു സിനിമയിൽ അഭിനയിക്കുക. ഞങ്ങള് മലയാളികൾ എന്തോരം സിനിമകൾ കണ്ടാണ്. ഇങ്ങനെ വരട്ടെ, സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ഇതിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഒന്നിനൊന്നിനും മികച്ച കഥാപാത്രങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ജഗദീഷേട്ടന്റെ കഥാപാത്രം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ആ 4-5 കുട്ടികൾ, ആ കുട്ടികൾ ഭയങ്കരം തന്നെയാണ്. അവരെ ഓരോരുത്തരും പ്രോമിസിങ് ആട്ടോ. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ പ്രോമിസിങ് ആക്ടേഴ്സാണ്. മമ്മൂക്കാടെ ചെയ്ത, ജഗദീഷിന്റെ ചെയ്ത ആള്, ബാല്യകാലം ചെയ്ത്, പിന്നെ നമ്മുടെ കുമരകൻ രഘുനാഥിന്റെ ബാല്യകാലം ചെയ്ത്, തമിഴ് ക്യാരക്ടർ ചെയ്തില്ലേ, ഡ്രഗ് അഡിക്റ്റ് ആയിട്ട്. പുള്ളിയൊക്കെ എന്തല്ലേ, വേറെ ലെവലാണ്. പിന്നെ അനശ്വരാജൻ പറയേണ്ട, അസലായിട്ട് അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്കൊരു ഉപരി എൻ്റെ കൂടെയുള്ള സെന്തില്, ആര്യ, ജഗദീഷ് ഞെട്ടിച്ചു കളഞ്ഞില്ലേ അല്ലേ? ജഗദീഷ് ഇപ്പൊ ജഗദീഷേട്ടൻ ചെയ്തു ക്യാരക്ടർ, ഇടയ്ക്ക് ജഗദീഷിന് എല്ലാ ക്യാരക്ടറും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അടുത്ത കാലത്ത് ഭയങ്കര മാറ്റം വന്ന രണ്ടുപേരാണ് ഇന്ദ്രൻസും ജഗദീഷും. അല്ലെ, എങ്ങനെ ട്രാൻസിഷൻ കറക്റ്റ് കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. ആ തമാശ ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു ജഗദീഷിന്റെ ഒക്കെ എന്ത് മാറ്റമാണ്. ആ കാക്കത്തൂരി എന്ന് പറയുന്നൊക്കെ ഹിയാദിന്നൊക്കെ മാറി വന്ന് വേറെ ലെവലിലേക്ക് ചെയ്തില്ലേ. ഇന്ദ്രൻസും അതുപോലെയാണ്, ഭയങ്കര വേറെ ലെവലിലേക്ക് വന്ന 2 ആക്ടേഴ്സാണ്. ഈ സെന്തിലിനെ കുറിച്ച് പറയുമ്പോൾ സെന്തിലും ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു സിനിമയിൽ കയറി അഭിനയിച്ച് പിന്നീട് അദ്ദേഹത്തിനുള്ള റൂട്ട് വേറെ നിലയിലേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. വേറെ നിലയിലേക്ക് ഇതിൽ പ്രത്യേകിച്ച് ഭയങ്കര അപ്രീസിയേഷൻ അല്ലേ സെന്തിൽ കിട്ടി. ത്രൂ ഔട്ടിലെ ക്യാരക്ടർ ഇതിനകത്ത് എല്ലാം തന്നെ തേനി ഈശ്വറിന്റെ ക്യാമറ, മ്യൂസിക്. അയ്യോ, മ്യൂസിക് നമ്മൾ എടുത്തു പറയണമല്ലോ, നമ്മള് പിടിച്ചിരുത്തുന്ന മ്യൂസിക് അല്ലേ. ഇതിന് മുകുന്ദൻ തകർത്ത് കളഞ്ഞു അങ്ങോട്ട്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.